കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മേ, ഹോട്ടൽ പൂട്ടിയേക്കട്ടെ. അമ്മേ, എന്താ നീ ചോദിച്ചേ? ഹോട്ടൽ പൂട്ടിയേക്കട്ടെ എന്ന്. സമയം 3 മണി കഴിഞ്ഞു. ഇനി ഉച്ചയൂണിന് ആരും വരാനില്ല. വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. മോള് പോയി കഴിക്ക്, എനിക്ക് വിശപ്പില്ല. എന്നാ അമ്മ എണീറ്റ് വീട്ടിലേക്ക് വാ. ഞാൻ വരാം, നീ പൊയ്ക്കോ. ഈ അമ്മയുടെ ഒരു കാര്യം. അധ്വാനിക്കുന്നതിനുള്ളതാ പ്രതിഫലം. ഇത് മോള് തന്നെ വെക്കണം. അമ്മ ഇത് വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സങ്കടാവും. നിനക്കിനി സങ്കടമായിന്ന് വേണ്ട, പണം ഞാൻ എടുത്തിട്ടുണ്ട്. ശാരദേ, ഗോപാലേട്ടനോ? ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാ. രാവിലെ ഒന്നും കഴിച്ചതല്ല. ശാരദയ്ക്ക് വിരോധമില്ലെങ്കിൽ ഒരു തവി ചോറാവാം. അയ്യോ, അതിനെന്താ ഗോപാലേട്ടാ, ഈ ഹോട്ടലും വീടും എല്ലാം ഗോപാലേട്ടന്റെ കൂടെയല്ലേ. കൈ കഴുകിയിട്ട് വന്നോളൂ, അങ്ങോട്ടിരിക്കാം. മതി. നിനക്കെന്താ ഒരു സങ്കടം പോലെ? അങ്ങനെ പ്രത്യേകിച്ച് സങ്കടമൊന്നുമില്ല. ചോദിക്കാനുള്ള അവകാശം എനിക്കില്ല. എന്നാലും പതിവുള്ള ശാരദയല്ല മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നി. സന്തോഷമാണോ സങ്കടമാണോ മനസ്സിലെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മുടെ ശാരീരിക കാര്യങ്ങൾ അറിയാലോ. പൊന്നും പണവും കണക്കൊപ്പിച്ച് കൊടുക്കാത്തതിന്റെ കുത്തുവാക്കും നിന്നെയൊക്കെ സഹിച്ച അതവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് ചോദിച്ച 30 പവൻ ഉടനെ എടുത്തു കൊടുക്കാൻ എന്റെ കയ്യിലില്ല താനും. ഓരോ നിമിഷവും അതവിടെ കിടന്ന് നരയിക്കുകയാണല്ലോന്ന് ഒരു തീയുണ്ടായിരുന്നു മനസ്സിൽ. ഇപ്പൊ അതിനല്പം ശമനം വന്നിട്ടുണ്ട്. അധികം പഠിക്കാൻ പറ്റിയില്ലല്ലോ ശാരിക്ക്. ആകെ അറിയാവുന്നത് അടുക്കളപ്പണിയാ. എന്നാ വീടിനോട് ചേർന്നൊരു മെസ്സ് തുടങ്ങിയാലോന്ന് ഒരാലോചന ശാരിക മുന്നോട്ട് വെച്ചപ്പോ ഞാനും അത് പ്രോത്സാഹിപ്പിച്ചു. ഈ കുടുംബശ്രീയെ കുടുംബശ്രീ ആക്കിയത് അവളുടെ കൈപ്പുണ്യമല്ലേ. ചെറിയ രീതിയിൽ ഓർഡറുകൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. വരുമാനം വന്നു തുടങ്ങിയതോടെ കൃഷ്ണൻകുട്ടിയേട്ടനും വിജയലക്ഷ്മിയും അവളോടൽപ്പം മയത്തിലും സ്നേഹത്തിലും ഒക്കെ പെരുമാറി തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല കാര്യമല്ലേ ശാരദേ? ചെറിയ ഓർഡറുകൾ കിട്ടിയിട്ട് വലിയ കാര്യമില്ല ഗോപാലേട്ട. ഒരാൾക്കുണ്ടാക്കാനും ഒരു 100 പേർക്കുണ്ടാക്കാനും അധ്വാനം ഒന്ന് തന്നെയാ. കുറച്ചേറെ പേർക്കുള്ള ഓർഡർ കിട്ടിയാ ഇപ്പൊ എടുക്കാൻ വയ്യാത്ത സ്ഥിതിയാ. ആ വീടിനെ ഒരു ചെറിയ അടുക്കളയേ ഉള്ളൂ. കുറച്ചേറെ പേർക്ക് വച്ചുണ്ടാക്കണമെങ്കിൽ മുറ്റത്ത് അടുപ്പ് കൂട്ടണം. ഇനിയിപ്പോ അതിനും കഴിയാത്ത സ്ഥിതിയാ. അല്ല, മഴക്കാലമല്ലേ വരുന്നത്, എപ്പോഴാ മാനം ചതിക്കാന്ന് പറയാൻ പറ്റുമോ? അപ്പോഴ് എന്ത് വിശ്വസിച്ചാ ഓർഡർ എടുക്ക? അവരുടെ ചായപ്പിനോട് ചേർന്ന്
ഒന്നോ രണ്ടോ മുറി കൂടി പണിയാൻ പറ്റിയ കച്ചവടം ഒന്നും മെച്ചപ്പെട്ടേനെ. മോക്കവിടെ അല്പം തല ഉയർത്തി നിൽക്കാനുള്ള സ്ഥിതി ഉണ്ടാവും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്കതിനുള്ള വരുമാനം ഇല്ല ഗോപാലേട്ടാ. ഇവിടെ ശ്യാമയുടെ പഠിത്തവും ജോലിക്കാരുടെ ശമ്പളവും പിന്നെ വീട്ടു ചെലവും അനാഥാലയത്തിലേക്കുള്ള ഭക്ഷണ വിതരണവും ഒക്കെ തട്ടിമുട്ടിയ ഓടിപ്പോകുന്നത്. അയ്യോ, മതിയാക്കിയോ? മതി ശാരദേ. ഞാൻ എന്റെ പ്രാരാബ്ദം എല്ലാം കൂടി പറഞ്ഞ് സങ്കടപ്പെടുത്തിയെന്ന് തോന്നുന്നു. ഹേയ്, ശാരദ വിഷമിക്കാതിരിക്കെ, എല്ലാത്തിനും ഒരു വഴി തെളിയും. ആ, വേറൊരു കൂട്ടുണ്ട്. ഗോപാലേട്ടന് ഇത് വാങ്ങണം. എന്താ ഇത്? ആദ്യത്തെ ഓർഡറിൽ നിന്ന് ഷാരിക്ക് കിട്ടിയ പ്രതിഫലം അവൾ എനിക്ക് തന്നു. ഞാനതിൽ നിന്ന് 100 രൂപ മാത്രം എടുത്തിട്ട് ബാക്കി തിരികെ കൊടുത്തു. ഇത് ഗോപാലേട്ടന് അവകാശപ്പെട്ടതാ. വാങ്ങിച്ചോളൂ. എനിക്ക് അവകാശപ്പെട്ടതല്ല ഇത്. എന്നാലും ഇങ്ങനെ ഒരു അവകാശം ഇപ്പോഴും നീ എനിക്ക് തരുന്നതിൽ സന്തോഷമുണ്ട് ശാരദേ. അതിരിക്കേണ്ടത് ഇവിടെയാ, ഈ ഹോട്ടലിന്റെ ഐശ്വര്യമായിട്ട്. ശാരദേ, എന്തിനാ കരയുന്നത്? ഇനി ഇങ്ങനെ ഒരു നിമിഷം ഈ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. അങ്ങനെയൊന്നും പറയാതെ. ഞാൻ ഇറങ്ങട്ടെ ശാരദേ. ശരി. ദേവി, രക്ഷിക്കണേ. ഷോപ്പിങ്ങിനോ? അതിനൊന്നും ഉള്ളൊരു മൂഡിലല്ലടി ഞാൻ. കാരണം ആ രോഹിത്തില്ലേ, അവൻ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവനെ കൊണ്ടൊന്നും സുസ്മിതയെ മണത്ത് കണ്ടുപിടിക്കാനാവില്ലടി. അതുകൊണ്ട് കൂടിയല്ലേ ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്. എന്താ ഇങ്ങനെ നോക്കുന്ന? അല്ല, ഇയാളുടെ കാലിന്റെ പ്രശ്നമൊക്കെ മാറിയാ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് നടന്നിറങ്ങി വന്നത്, അല്ലെങ്കിൽ പറന്നു വന്നേനല്ലോ. അല്ല, ഒന്നുകൂടി എടുക്കാനുള്ള ചാൻസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. മനസ്സിലായി. ശരി, വാ. ആ ശരിടി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം.
ആരാത്? ആരാടത്? ഏ? ആരാന്നല്ലേ ചോദിച്ചേ? ഇവനോ? ഇവനെങ്ങനെ ഇവിടെ? ആരാടാ നീ? ആരാന്ന്? നിനക്കെന്താ ചെവി കേൾക്കാൻ പാടില്ലേ? ഇവൻ എന്താ പറയാൻ പോകുന്നത്? എടാ നീ എന്തിനാ എന്റെ കാറി കയറി ഇരുന്നേന്ന്? വിഷ്ണുട്ട നിക്ക്, അയാൾ പറയട്ടെ. ഞാൻ പറയാം. കുറെ ഗുണ്ടകളുടെ പിടിയിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാ ഞാൻ. സാറിന്റെ കാറ് കയറി ഒളിച്ചതാ. കൈ കിട്ടിയിരുന്നെങ്കിൽ അവരെന്നെ ശരിയാക്കിയേനെ. ആരാണ് അവര്? എനിക്കറിയില്ല സർ, ഞാൻ ആദ്യമായിട്ട് കാണുക അവരെ. ഇയാളെ എന്തിനാ അവര് തല്ലാൻ ഓടിച്ചതെന്ന്? ഞാനൊരു പെൺകുട്ടി അന്വേഷിച്ച് നടക്കായിരുന്നു സർ. ഈ നാട്ടിൽ എവിടെയോ ഉണ്ട് അവള്. അവളുടെ ഫോട്ടോ കാണിച്ച് പലരോടും ഞാൻ അന്വേഷിച്ചു. അക്കൂട്ടത്തില് ഇവരോടും അന്വേഷിച്ചു. യാതൊരു കാരണവുമില്ലാതെ അവരെന്നെ അടിക്കാൻ ഓടിക്കുകയായിരുന്നു. അല്ല, ഇയാളെന്തിനാ ഏതോ പെൺകുട്ടി അന്വേഷിച്ച് നടക്കുന്നത്? അവളെന്നെ ചതിച്ചു സാർ. ഓ, ഇത് പതിവ് പ്രണയകഥ തന്നെ അല്ല? എന്ത്? ഇതങ്ങനെ ഒരു പതിവ് പ്രണയമൊന്നുമല്ല സർ. പിന്നെ അവളെ എനിക്ക് ഇഷ്ടമായിരുന്നു, അത് സത്യമാ. ആ ഇഷ്ടം അവൾ തന്നെ ഉണ്ടാക്കിയെടുത്തെന്ന് പറയാം. ഇഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങള് അവൾ തന്നെ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്നതിനിടയിലായിരുന്നു പ്രശസ്തമായ ഒരു കമ്പനിയുടെ പരസ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവര് ഞങ്ങളുടെ നാട്ടിലും പരിസരത്തുമൊക്കെ ആയിട്ട് കുറേയേറെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പടുത്തുയർത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് കമ്പനി ഞങ്ങളുടെ നാട്ടിൽ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നു. അവിടെ ഒരു ജനറൽ മാനേജറെ വേണമായിരുന്നു. യങ്, സ്മാർട്ട്, എനർജറ്റിക്. ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത്. ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നു അവള്. അവിടെ വെച്ച് തന്നെ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. കമ്പനി ചെയർമാന്റെ മകളാണെന്ന് ഞാൻ മനസ്സിലാക്കി. മാസം ലക്ഷത്തിനടുത്ത് ശമ്പളം. എന്നെപ്പോലൊരു ചെറുപ്പക്കാരന്റെ കണ്ണു മഞ്ഞളിക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു. അതോടൊപ്പം അവളുടെ വശീകരണവും. ബ്രാഞ്ച് ഓഫീസിന് കെട്ടിടം വാടകയ്ക്കെടുത്തതും അഡ്വാൻസ് കൊടുത്തതുമെല്ലാം എന്റെ പേരിലായിരുന്നു. നാട്ടിലും പരിസരത്തുമായി കെട്ടിയുയർത്താൻ പോകുന്ന 1/2 ഡസൻ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. എന്നോടുള്ള പരിചയത്തിന്റെ പേരിൽ പലരും അവിടെ ഫ്ലാറ്റിനായി പണം നിക്ഷേപിച്ചു. മൊത്തം കണക്കെടുത്താൽ ലക്ഷങ്ങളല്ല, കോടികളാ. മാസങ്ങൾ പിന്നിട്ടു. മോഹന വാഗ്ദാനങ്ങളുമായി അവൾ ബ്രാഞ്ച് സന്ദർശിക്കുന്നതിന്റെ ഇടവേളകൾ കൂടി. എനിക്കുള്ള ശമ്പളം പോലും കൃത്യമായി അക്കൗണ്ടിൽ എത്താതെയായി. ഫ്ലാറ്റിനായി പണം നിക്ഷേപിച്ചവരോട് മറുപടി പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. ബ്രാഞ്ച് ഓഫീസിന്റെ വാടക പോലും കുടിശ്ശികയായി. ഫ്ലാറ്റിനായി അവൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിലൊന്നും ഒരു കല്ല് പോലും ഇളക്കിയിട്ടില്ല. അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായി ആ സ്ഥലങ്ങളൊക്കെ പുറമ്പോക്ക് ഭൂമിയായിരുന്നു. അതല്ലെങ്കിൽ മറ്റുടമസ്ഥന്മാരുടെ കയ്യിലെങ്കിലും നോക്കാൻ ആളില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങൾ. ബാക്കി കഥയൊക്കെ മനസ്സിലായി. മനസ്സറിയാതെ ഇയാൾ കോടികളുടെ ബാധ്യതക്കാരനായി അല്ലേ? അതെ സർ. എനിക്ക് ബന്ധമുള്ളത് അവളുമായിട്ട് മാത്രമാണ്. അവളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ മുഴുവൻ പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. എന്നിട്ട് ഇയാളൊരു ഡമ്മി അല്ലേ? ആ അതെ. കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാ ഞാൻ ശരിക്കും ഞെട്ടിയത്.
അവിടെ അങ്ങനെ ഒരു പെൺകുട്ടിയെ ആർക്കും അറിയില്ല. കമ്പനി ചെയർമാനാകട്ടെ മറ്റൊരാളും. അപ്പൊ ചിരിച്ചു കാട്ടിയിട്ട് അവള് ഇയാളെ അങ്ങ് തേച്ചു അല്ലേ? അത് മാത്രമല്ല സർ, എന്റെ അനിയത്തി സ്കൂളിൽ പഠിക്കുക. അവളൊരു ഹാർട്ട് പേഷ്യന്റാ. ഉടനെ ഓപ്പറേഷൻ നടത്തണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ പണം എങ്ങനെയെങ്കിലും, പക്ഷേ ഓപ്പറേഷൻ നടത്താൻ കടക്കാര് സമ്മതിക്കില്ല സർ. ഇനി എനിക്ക് എന്റെ നാട്ടിൽ കാല് കുത്താൻ പോലും. സർ, എന്റെ അനിയത്തിയുടെ ജീവൻ. പച്ച കള്ളാണല്ലോ ഇവൻ പറയുന്നത്. അവനെന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി എവിടുന്ന് ഒരു കഥ കാണാപ്പാടാക്കി വന്നിരിക്കുക. അതെ, ഇയാള് വിഷമിക്കണ്ട. ഇത് ഞാൻ പറയുന്നതേ, തന്റെ അനിയത്തിയുടെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ലല്ലോ ഇയാളുടെ പ്രശ്നങ്ങള്. അതെ സർ, അവളെ കണ്ടെത്തിയാലേ എന്റെ പ്രശ്നങ്ങൾ തീരുള്ളൂ. എന്നെ പേടിച്ച് ഫോൺ നമ്പർ പോലും അവള് മാറ്റിക്കളഞ്ഞു. അല്ല, അവൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് ഇയാൾക്ക് ഉറപ്പാണ്? അതെ സർ, കഴിഞ്ഞ ദിവസം അവൾ ഈ നാട്ടിലൂടെ കാറി പോകുന്നത് ഞാൻ കണ്ടതാ. ശരി, എങ്കിൽ അവളെ കണ്ടുപിടിക്കാനുള്ള ദൗത്യം ഇയാൾ എനിക്ക് കിട്ടേ. സർ, അതൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്താണ് ഇയാളുടെ പേര്? രോഹിത്. രോഹിത്തിനെ അറിയാത്തോണ്ടാ. ഇതൊക്കെ തന്നെയാണ് എന്റെ ജോലി. ഇയാളെ പുറത്തിറങ്ങിയിട്ടൊന്ന് അന്വേഷിച്ചാൽ മതി. ഈ വിഷ്ണു ആരാന്ന് നാട്ടുകാർ പറഞ്ഞു തരും. ഞാനൊരു കാര്യം ഏറ്റവും വെച്ചാ അത് നടന്നു തന്നെ കുട്ടികൾ. പിന്നെ സാധാരണ ഇത്തരം കേസുകൾക്ക് ചെറിയ പ്രതിഫലമൊക്കെ വാങ്ങാറുണ്ട്. പക്ഷെ ഈ കേസിൽ എനിക്കത് വേണ്ട. എന്താ, പ്രണയത്തിൽ കണ്ണു മഞ്ഞളിച്ച് ഈ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് തേപ്പ് കിട്ടുന്ന നമ്മുടെ നാട്ടിലെ നിഷ്കളങ്കരായ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്താ? നന്ദിയുണ്ട് സർ. പിന്നെ ഈ സാറ് വിളി അതൊന്നും അങ്ങോട്ട് ശരിയാവില്ല. എന്താ പറയാ, നമുക്കേ ബ്രോ ഒന്ന് അങ്ങോട്ട് വിളിച്ചോ, അത് മതി. ശരി. പിന്നെ അവളുടെ ഫോട്ടോ എന്താ തന്നെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞേ? കാണിച്ചേ. ഈശ്വരാ, അതാ തെമ്മാടികൾ കീറിക്കളഞ്ഞു. അയ്യോ, ആ വായി നോക്കി ബാലേന്ദ്രനെ കൊണ്ട് അത്ര ഉപകാരം ഉണ്ടായി. ശരി, എന്താ അവളുടെ പേര്? സുസ്മിത. സുസ്മിതയോ? നമുക്ക് ഇവിടെ ഉണ്ടൊരു സുസ്മിത. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, താനോടെ നിൽക്ക്. ഞങ്ങളെ അവളെ കൂട്ടിക്കൊണ്ടുവരാം. വേണോ? രക്ഷപ്പെടണം. എങ്ങനെയെങ്കിലും അവന് പിടികൊടുത്തൂടാ. അതും വിഷ്ണുവേട്ടനും ശാലിനിക്ക് മുന്നിൽ വെച്ച്. ഇയാളെ അവള് കിച്ചണിലെങ്ങാനും ഉണ്ടോ നോക്കാം. ഞാൻ റൂമിൽ പോയി നോക്കാം. വേണ്ട, അത് ബുദ്ധിയല്ല. നേരെ അവരുടെ മുന്നിലേക്കായിരിക്കും ചെന്ന് ചാടുക. പിന്നിലെ സ്റ്റെയർ വഴി ഇറങ്ങാം. സുസ്മിതേ, ദൈവമേ, ആ പിശാശ് ഇവൾ എന്നെയും കൊണ്ടേ പോകുന്ന തോന്നുന്നേ. സുസ്മിതേ, അയ്യോ വിഷ്ണുവേട്ടൻ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് ബുദ്ധിയല്ല. പൂച്ച പൂച്ചടിയുടെ മറവിൽ ഒളിച്ചതുപോലെ ആവും.
ഇതെവിടെ പോയി? എന്ത് അലമാര ഇത്? അലമാരയൊക്കെ പണിയുമ്പോ ഒരാൾക്ക് ഒളിക്കാൻ സൗകര്യം വേണ്ടേ? ശ്ശേ. കുളിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. പക്ഷേ കുളി കഴിയാൻ കാത്തു നിൽക്കില്ലേ? വാഷ്റൂമിൽ തന്നെ താമസിക്കാൻ പറ്റില്ലല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? സുസ്മിത, സുസ്മിത, സുസ്മിത. ഇവിടെ കുളിക്കൊക്കെ ചെയ്യ. സുസ്മിത, എടി സുസ്മിത, എടി ഇത് പൂട്ടിയിട്ടില്ലല്ലോ. ടാപ്പും തുറന്നിട്ടിട്ട് വേസ്റ്റ് വെള്ളം കൂടി വേസ്റ്റ് ആക്കിട്ട് എവിടെ പോയതാവും. എടി സുസ്മിത, പെണ്ണിത് എവിടെ പോയി? രോഹിത്തിനെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അനിയത്തെ കൂടാതെ അച്ഛനും അമ്മയുണ്ട്. അച്ഛന് ജോലി? അച്ഛനങ്ങനെ ജോലിയൊന്നുമില്ല മാം, കൃഷിപ്പണിയൊക്കെയാ. ഞങ്ങൾ ഇടത്തരക്കാരാ. വളരെ കഷ്ടപ്പെട്ട അവരെന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ. സുസ്മിത, സുസ്മിത, ഡേ എവിടെ? ഡേ സുസ്മിത. ഈശ്വര, പെട്ടു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിഷ്ണുവേട്ടന് മനസ്സിലായി. ഭൂമി തുറന്ന് പാതാളത്തിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. സുസ്മിത.